വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള NMMS സ്കോളർഷിപ്പ് 2025 വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷ നൽകുവാൻ സാധിക്കും, അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആർക്കൊക്കെ അപേക്ഷ നൽകുവാൻ സാധിക്കും തുടങ്ങിയ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ NMMS സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക്, അതായത് 2025-26 അക്കാഡമിക്കുകളാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷം, അതായത് നിലവിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് NMMS സ്കോളർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ 9, 10, +1, +2 എന്നിങ്ങനെ 4 വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും 12,000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ജസ്റ്റ് നിലവിൽ 7ാം ക്ലാസ്സിൽ 55% മാർക്കോടുകൂടെ പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്കോളർഷിപ്പ് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ നമുക്ക് പരിശോധിക്കാം. അതായത് ഒരു വർഷം, അതായത് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ NMMS സ്കോളർഷിപ്പ് എന്ന് വെച്ചാൽ പരീക്ഷയാണ്. സ്വാഭാവികമായിട്ടും സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക സ്കോളർഷിപ്പുകളും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ വരുമാന പരിധി നോക്കിയിട്ടാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നത്. എന്നാൽ NMMS സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ കഴിവ് കൂടി നോക്കിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക്, അതായത് സ്കോളർഷിപ്പ് പരീക്ഷ നടത്തി നേരത്തെ LSS അതേപോലെ തന്നെ USS പരീക്ഷ എങ്ങനെ വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് തുക കരസ്ഥമാക്കിയിട്ടുണ്ട്, അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയിലൂടെ വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തേക്ക് ടോട്ടൽ 48,000 രൂപ സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പാണ് NMMS സ്കോളർഷിപ്പ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 31-ാം തീയതി വരെയുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 31-നുള്ളിൽ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് അതിനുശേഷം ഹെഡ് മാസ്റ്റർ സൈതും ഈ പറയുന്ന നിങ്ങൾ അപേക്ഷ വെരിഫൈ ചെയ്യണം. അപ്പോൾ വിദ്യാർത്ഥികൾ അത് എങ്ങനെ കൊടുക്കാമെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷ കൊടുക്കാൻ സാധിക്കും, അതായത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ സാധിക്കുക. അതേപോലെ കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൽ മിനിമം 55% മാർക്കോടെ പാസ്സായിരിക്കണം. SC വിഭാഗക്കാരനും 5% മാർക്ക് ഇളവുണ്ട്, അവർ 50% മാർക്കോടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഈ പറയുന്ന മാർക്കോടോട് പാസ്സായവരായിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും NMMS സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാം. പക്ഷേ കുടുംബ വാർഷിക വരുമാനം ശ്രദ്ധിക്കേണ്ട കാര്യം 3.5 ലക്ഷം രൂപ കവിയാൻ പാടില്ല. അപ്പോൾ 3.5 ലക്ഷം രൂപ കുടുംബ വാർഷികമുള്ള 55% മിനിമം മാർക്കോട് പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും NMMS സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കുവാൻ, പരീക്ഷ എഴുതുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് 1 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ രീതിയിൽ സ്കോളർഷിപ്പ് തുക 48,000 രൂപ 4 വർഷത്തേക്ക് നൽകുന്നത്. അതിൽ കേരളത്തിൽ ഓരോ സ്റ്റേറ്റിനും നിശ്ചിത പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് 3,473 സ്കോളർഷിപ്പാണ് ലഭിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നും 3,473 വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് 12,000 രൂപ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് സ്കോളർഷിപ്പിനെ അപേക്ഷിച്ച് നല്ല ഒരു എമൗണ്ട് തന്നെയാണ് NMMSലൂടെ സെൻട്രൽ ഗവൺമെൻറ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രതീക്ഷയുള്ള ഒരു സ്കോളർഷിപ്പ് തുകയാണ്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും നിശ്ചയിച്ച കോട്ടയിൽ നമുക്ക് 3,473 രൂപയാണ് നമ്മുടെ സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വെബ്സൈറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ NMMS സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള scholarships.gov.in, ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന scholarship.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ വിദ്യാർത്ഥി ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് അപേക്ഷയോട് പോകുന്നതിന് മുമ്പ് സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അതായത് സ്കോളർഷിപ്പോടെ നിങ്ങൾ സ്കീം ഓഫ് NSP എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഇതാണ് ഈ ഒരു സ്കോളർഷിപ്പ്. അത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പാണ്. വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 31/8/2025 വരെ സമയമുണ്ട്. അതേപോലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്ന് വെരിഫൈ ചെയ്യുന്ന ഡേറ്റ് 15/9/2025 അപ്പോൾ വിദ്യാർത്ഥി മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾക്ക് 31/8/2025 നിങ്ങൾ കൃത്യമായിട്ട് തെറ്റുകൂടാതെ അപേക്ഷ കൊടുത്ത് അതിനുശേഷം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ഈ ഒരു സ്കോളർഷിപ്പ് വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഇനി അപേക്ഷ എങ്ങനെ കൊടുക്കാൻ സാധിക്കും, അതായത് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഈ ഒരു 4 ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നുള്ള 2ാമത്തെ
ലിങ്ക് കാണാൻ സാധിക്കും. അതിന് മുന്നോടിയായിട്ട് ഈ 2024-25 വർഷം, അതായത് കഴിഞ്ഞ വർഷം ഓൾറെഡി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, അതായത് സ്വാഭാവികമായിട്ട് പുതുതായിട്ട് എല്ലാ വിദ്യാർത്ഥികളും, അത് ഏതെങ്കിലും NSP സ്കോളർഷിപ്പ് അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ജസ്റ്റ് ഡയറക്റ്റ് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നാൽ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്നവരാണെങ്കിൽ അപ്ലൈ ഫോർ വൺ ടൈം രജിസ്ട്രേഷൻ OTR എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അപ്പോൾ നോർമലി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ പറഞ്ഞിരുന്നു. ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTR, അത് വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, ഇതിലുള്ള എല്ലാ നോർമലായിട്ടുള്ള ഡാറ്റാസാണ്. ആ രീതിയിൽ ഡാറ്റ ഇവിടെ നിങ്ങൾ ഈ ബോക്സ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോർമലായിട്ടുള്ള നിങ്ങൾ ജസ്റ്റ് ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് വെച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഇവിടെ ബാക്കിലോട്ട് വന്ന് അത് വൺ ടൈം രജിസ്ട്രേഷൻ OTR നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് വീണ്ടും ഈ ഒരു ഹോം പേജിലോട്ട് വന്ന് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് വരും. നിങ്ങൾ OTR ഓൾറെഡി നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറും അതേപോലെ പാസ്വേഡും ഈ ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് വിദ്യാർത്ഥികൾ ഈ പറയുന്ന സെക്യൂരിറ്റി പിൻ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലോട്ട് പ്രവേശിക്കുവാനും അതേപോലെ നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതേപോലെ മറ്റുള്ള ബേസിക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾ ഏതാണ് നിങ്ങളുടെ സ്കോളർഷിപ്പ്, അതായത് NMM സ്കോളർഷിപ്പാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ഫോർ NMM സ്കോളർഷിപ്പ് എന്നുള്ള ആ ഒരു കൃത്യമായിട്ട് സ്കോളർഷിപ്പ് സെലക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. ശേഷം നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ജസ്റ്റ് ഈ ഒരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്കൂളിൽ വെരിഫൈ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ സാധിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഏകദേശം എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ്, ഡിസംബർ ജനുവരി ഈ സമയത്താണ് NMS പരീക്ഷ നടക്കാറുള്ളത്. ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് 2 പേപ്പറാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. അതായത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ 2 സബ്ജക്റ്റിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സ് കാര്യങ്ങൾ അതേപോലെ ഒട്ടുമിക്ക സ്കൂളിൽ നിന്നും ഈ NMS സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സും വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ക്ലാസ്സുകൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുക. അപ്പോൾ എന്തായാലും NMS എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ജസ്റ്റ് മത്സര പരീക്ഷ ആയിട്ട് തന്നെ കാണുക. ഈ ഒരു പരീക്ഷയിൽ ക്വാളിഫൈഡ് ആവുന്ന വിദ്യാർത്ഥികൾക്ക് +2 വരെ പഠിക്കുവാനുള്ള സാമ്പത്തിക സഹായമാണ് സെൻട്രൽ ഗവൺമെൻറ് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഈ രീതിയിൽ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ കൊടുത്തുകൊണ്ട് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കായി തയ്യാറായി നിൽക്കുക. അപ്പോൾ ഇത്തരത്തിൽ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ ഇതുവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.